ഒരിക്കൽ ഒരു പ്രൊഫസർ കുറേ പേപ്പർ കെട്ടുകളുമായിട്ട് ഒരു ക്ലാസ്സിൽ കയറി ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. അപ്പോൾ അത് കേട്ട കുട്ടികളൊന്ന് സർപ്രൈസ്ഡായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊന്നും പഠിച്ചിട്ടുണ്ടായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഞാൻ പറയാതെ ഒരു കാരണവശാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തുറന്നു നോക്കാനോ മറിച്ച് നോക്കാനോ പാടില്ല. ഞാൻ അവസാനത്തെ കുട്ടിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളത് തുറന്നു നോക്കാൻ പാടുള്ളൂ. കുട്ടികളത് അനുസരണയോടെ കേട്ടു. ഏറ്റവും അവസാനത്തെ കുട്ടിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം സാറ് പറഞ്ഞു, ഇത് നിങ്ങൾ തിരിച്ചു നോക്കുക. അപ്പോൾ അത് കണ്ട് അവരൊന്ന് ഞെട്ടി. കാരണം അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇതൊരു ബ്ലാങ്ക് പേപ്പറാണ്, നടുക്കൊരു കറുത്ത ഡോട്ടുണ്ട്. അപ്പം സാർ പറഞ്ഞു, ഞാനിനി അടുത്ത ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് തരും. ഈ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എന്താണ് കാണുന്നത് എന്നുള്ളത് എനിക്ക് എഴുതി തരിക. അങ്ങനെ 10 മിനിറ്റിന് ശേഷം സാറ് കുട്ടികളിൽ നിന്ന് ആൻസർ ഷീറ്റ് കളക്ട് ചെയ്തു. ആ ആൻസർ ഷീറ്റ് കളക്ട് ചെയ്ത് അദ്ദേഹം അത് ഉറക്കെ ക്ലാസ്സിൽ വായിക്കാൻ തുടങ്ങി. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഒരേപോലെയാണ് ആൻസർ എഴുതിയിരുന്നത്. ഞങ്ങൾക്ക് ഒരു വെളുത്ത പേപ്പർ കിട്ടി. അതിൻ്റെ നടുക്കൊരു കറുത്ത ഡോട്ടുണ്ട്. ഈ കറുത്ത ഡോട്ട് വൃത്താകൃതിയിലാണ്, അതിൻ്റെ സെൻറ്ററിലാണ് മുതലായ ആ ഡോട്ടിനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് കുട്ടികൾ അതിൽ നടത്തിക്കൊണ്ടിരുന്നത്. അവസാനം സാറ് ആ ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ പേപ്പർ തന്നു. അതിൻ്റെ നടുക്ക് ഒരു ചെറിയ കറുത്ത ഡോട്ടാണ് തന്നത്. നിങ്ങളാരും അതിൻ്റെ വലിയ ആ വെളുത്ത ഭാഗത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞത് കറുത്ത ഡോട്ടിനെ കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജീവിതമായി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോരം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പലപ്പോഴും നമ്മൾക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പലപ്പോഴും പറയാറില്ല. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലാണ്, അല്ലെങ്കിൽ കറുത്ത ഡോട്ടുകളിലാണ്. നമുക്കതില്ല, ഇതില്ല, നമ്മളുടെ റിലേഷൻഷിപ്പിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി ജീവിതത്തിൽ നമുക്ക് കിട്ടിയ പല സൗഭാഗ്യങ്ങളെയും നമ്മൾ പലപ്പോഴും മറന്നു പോകും. അപ്പോൾ പ്രൊഫസർ ഇതാണ് പറഞ്ഞത്: നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബ്ലെസ്സിങ്സിനെയും കുറച്ചുകൂടെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നന്ദിയോടുകൂടി നിങ്ങൾ സ്മരിക്കുക. അപ്പോൾ ജീവിതം കുറച്ചുകൂടി സന്തോഷപൂരിതമാകുമെന്ന്. എനിക്ക് ഈ കഥ വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക.